ഗുഡ് ഈവനിങ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു 3:30 ആയപ്പോഴത്തേക്കും നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിറങ്ങിയൊരു എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് 502/2023 വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി അതിൻ്റെ എക്സാം ഈ പറയുന്ന 3:20 ആയപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ മാത്സിലെ ക്വസ്റ്റ്യൻസുകൾ, അതായത് 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബി പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഒരു നടുക്കൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 51ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ മാത്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കുവാണ്. A 512, E 216, ഒരു ഹൈഫൺ, അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. M8 എന്ന് പറയുന്ന ഈ സീരീസിൽ വിട്ടുപോയ ആ ഭാഗം എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് G36, അതുപോലെ G32, I64, I36, ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ലെറ്റേഴ്സുകൾ മാത്രം എടുക്കാം. ലെറ്റേഴ്സുകളുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. A കഴിഞ്ഞ് പിന്നീട് വന്നിരിക്കുന്നത് E ആണ്. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ A കഴിഞ്ഞ് 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ലെറ്റർ ആയിട്ടാണ് E വന്നിരിക്കുന്നത്. ആണല്ലോ, A കഴിഞ്ഞു, B, C, D, ഈ 3 ലെറ്റേഴ്സ് ഇല്ല. അത് കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ ആയിട്ടുള്ള E ആണ് വന്നിരിക്കുന്നത്. ആ പാറ്റേൺ മനസ്സിലായി. ഇനി E കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും വരേണ്ട എന്താണ്, ആ 3 ലെറ്റേഴ്സ് കഴിഞ്ഞ് അടുത്ത 4ാമതായിട്ട് വരേണ്ട ലെറ്റേഴ്സാണ് വരേണ്ടത്. അതായത് ഈ കഴിഞ്ഞ് അടുത്ത 3 എണ്ണം കഴിഞ്ഞ് പിന്നെ വരുന്നത് ഏതാണ്, I ആണ് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് കഴിഞ്ഞ് 4ാമതായിട്ട് വരുന്നത് I ആണ്. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. I കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ വരുന്ന ലെറ്റേഴ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി, M തന്നെ കിട്ടി. അവിടെ കൊടുത്തിട്ടുണ്ട് M8 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ M ആണ്. അപ്പം ശരിയാണ്, ഈ പാറ്റേൺ ശരിയാണ്, ലെറ്റേഴ്സിൻ്റെ പാറ്റേൺ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാമല്ലോ. ഓപ്ഷനിലേക്ക് വരുമ്പോൾ G ഉണ്ട്, I ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കണ്ണു അടച്ച് പറയാം, G ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. അപ്പം G വരുന്ന A ഓപ്ഷനും B ഓപ്ഷനും നമ്മൾ ഇവിടുന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് I ഉള്ള 2 ഓപ്ഷനാണ്, Cയും Dയും ആണ്. ഇനി ലെറ്റേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താണ് സംഖ്യ വരേണ്ടത്, അയ്യോടൊപ്പം ഏത് സംഖ്യയാണ് വരേണ്ടത് എന്നാണ് നമുക്കിനി കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സംഖ്യകൾ മാത്രം എടുക്കുകയാണ്, ലെറ്റേഴ്സ് കളഞ്ഞ് സംഖ്യകൾ മാത്രം എടുക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ 512, 216, അത് കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞ് 8. അപ്പോൾ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ എഴുതിയിട്ടുണ്ട്. 8ൻ്റെ ക്യൂബാണ് 512 എന്ന് പറയുന്നത്. അപ്പോൾ 8 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 512 ആണ്, ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്നത് എന്താണ്, 6ൻ്റെ ക്യൂബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6ൻ്റെ ക്യൂബ് എത്രയാണ് തന്നിരിക്കുന്നത്, 216 6ൻ്റെ ക്യൂബായിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 4ൻ്റെ ക്യൂബല്ലേ അടുത്തത് വരേണ്ടത്, കാരണം 8 കഴിഞ്ഞു, അതിൽ നിന്ന് 2 കുറച്ച് 6 വന്നു, പിന്നെ അത് കഴിഞ്ഞാൽ 4ൻ്റെ ക്യൂബല്ലേ ഓട്ടോമാറ്റിക്കലി വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 4ൻ്റെ ക്യൂബ് കണക്കാക്കുമ്പോൾ 64 കിട്ടുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അടുത്തത് 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് വരുമ്പോഴത്തേക്ക് 8 ആണ്, കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ വേണ്ടത് 4ൻ്റെ ക്യൂബാണ്, അതായത് 64 ആണ്. അപ്പോൾ I ആണ് ലെറ്റർ, 64 ആണ് അവിടെ നമ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് I64 എന്നുള്ളൊരു ആൻസർ അല്ലേ കിട്ടുന്നത്. അത് ഓപ്ഷനിൽ ഏതാണ്, ഓപ്ഷൻ C ആണ്. ഇവിടെ ഓപ്ഷൻ C ആണ്, I64 ആണ് ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ 30/9/2017 മുതൽ 5 വർഷവും 5 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സൈഡിലുണ്ട്, നോക്കി. A 2/12/2023, B 2/3/2022, C 1/2/2022, D 5/3/2023. നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 30/9/2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് 5 വർഷം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 5 മാസവും 5 ദിവസവും എടുക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് 5 വർഷം പറയാണ്. അപ്പോൾ 30/9/2017 സ്റ്റാർട്ട് ചെയ്താൽ 5 വർഷം എന്ന് പറയുമ്പോൾ 2018, 2019, 2020, 2021, 2022. അപ്പോൾ 2022 വരെയാണ് 5 വർഷം വന്ന് നിൽക്കുന്നത്. ഓക്കെ ആണോ? ഇനി അതിനകത്ത് തന്നെ ഡേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനകത്ത് ഞാൻ എഴുതിയതിൽ കുറച്ച് കറക്ഷൻ വന്നതുകൊണ്ടാണ് ഞാനതൊന്ന് തിരുത്തിയിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഇഗ്നോർ ചെയ്യാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊന്ന് ക്ഷമിക്കാം. അപ്പം നോക്കിയേ, 2018, 19, 20, 21, 22. ഇനി ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 18, 19 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. അതായത് ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളേ ഉള്ളൂ.
നോർമലായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ 30/9/2018 ആയപ്പോൾ 1 വർഷമായി, 30/9/2019 ആയപ്പോൾ 2 വർഷം കംപ്ലീറ്റ് ആയി. ഇനി 2020 എത്തുമ്പോൾ 2020 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്, അതായത് 29 ദിവസമാണ് അത് ക്യാരി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന 30/9/2019 എന്ന് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ലീപ്പ് ഇയർ വരുമ്പോൾ ഒരു ദിവസം കുറച്ചേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 29/9/2020 ആയിട്ട് മാറും. എന്ന് 2020 വരുമ്പോൾ 3-ാം വർഷം 29/9/2020 ആയിട്ട് മാറും. അപ്പോൾ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. 4-മത്തെയും 5-മത്തെയും വർഷങ്ങൾ പ്രശ്നമില്ല, കാരണം 2021 22 ആണ്, ലീപ്പ് ഇയേഴ്സ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 29 തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് വരും. അപ്പോൾ 29/9/2021, 29/9/2022 അതുപോലെ ഫോളോ ചെയ്ത് വരും. അപ്പം നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുക? 29/9/2022 എത്തി നിൽക്കുകയാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്? 5 മാസം. അപ്പോൾ 5 മാസം എന്ന് പറയുമ്പം വരേണ്ടത് 9-ാം മാസമാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5 മാസം കഴിയുമ്പോൾ ഏത് മാസമായിരിക്കും? 2-ാം മാസമാണ്. ആക്ച്വലി അത് ഫെബ്രുവരിയിലാണ് വരേണ്ടത്. അപ്പോൾ 2022 മാറിയപ്പോൾ എന്താവും? 2023 ഫെബ്രുവരി ആകും. പക്ഷേ നമുക്ക് 29 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 2023 എന്ന് പറയുന്നത് എന്താണ്? 2023 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 29 എന്ന് എഴുതാൻ പറ്റുമോ? 29ൻ്റെ ആ 9 അങ്ങോട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് 28 ആയിട്ട് മാറും. അപ്പോൾ 28/2/2023 5 മാസവും കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പം നിലവിൽ 5 വർഷവും 5 മാസവും കംപ്ലീറ്റ് ആയി. ഇനി എന്താ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 5 ദിവസമാണ്. സ്വാഭാവികമായിട്ട് 5 ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ 5 കൂട്ടിയാൽ പോരെ? അപ്പം 5 കൂട്ടുമ്പോൾ എത്രയാ? 28/2/2023 നിന്ന് 5 കൂട്ടുമ്പോൾ എത്രയാണ്? 5/3/2023. അതായത് 5-ാം മാസം മാർച്ച് 5-ാം തീയതി മാർച്ച് 2023. അപ്പം 5/3/2023 ഓപ്ഷനിലുണ്ടല്ലോ. 5/03/2023 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാസ്തുശില്പഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ പോയി ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായിട്ടുള്ള അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. 13 അർദ്ധവൃത്തങ്ങൾ ചേർന്ന അത്തരമൊരു വാസ്തുശില്പഘടനയുടെ ആകെ നീളം എത്ര? പൈ തന്നിട്ടുണ്ട്, 22/7 എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 143 സെൻറ്റിമീറ്റർ, ബി 140 സെൻറ്റിമീറ്റർ, സി 150 സെൻറ്റിമീറ്റർ, ഡി 147 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ വലുതാണെന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. അതായത് ഓരോ സമയത്തും റേഡിയസ് മാറി പോകുന്ന ഒരു വൃത്തമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മാറിപ്പോയി 13-ാമത്തെ റേഡിയസ് വരുന്ന സമയത്ത് അത് തീരുകയാണ്. അങ്ങനെ തീരുമ്പോൾ ഒരു അർദ്ധവൃത്തമല്ലേ രൂപപ്പെടുന്നത്? ഓരോ അർദ്ധവൃത്തം കഴിയുമ്പോഴും റേഡിയസ് കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ 13-ാമത്തെ അർദ്ധവൃത്തം കഴിയുമ്പോൾ തീരുകയാണ്. അപ്പോൾ ആ തീരുന്ന അതുവരെയുള്ള മൊത്തത്തിലുള്ള നീളം എത്രയാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റുന്നത് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് ഇവിടെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതാണ്. ആദ്യത്തെ റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ. അപ്പോൾ R1 = 0.5 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ റേഡിയസ് R3 എന്ന് എടുക്കാം, അത് 1.5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ പോയി എത്ര വരെ പോകുന്നു എന്നാണ് പറയുന്നത്? 13 റേഡിയസ് വരെ, 13 അർദ്ധവൃത്തങ്ങൾ വരെ രൂപപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 13-ാമത്തെ റേഡിയസ് R13 എന്ന് എഴുതാം. അത് 6.5 സെൻറ്റിമീറ്റർ ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ റേഡിയസ് 0.5 ആണ്. 13-ാമത്തെ തവണയാകുമ്പോൾ അത് 13 ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ 13 × 0.5 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 6.5 കിട്ടുന്നത്. അതാണ് R13 6.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം, ആദ്യത്തെ ടേം ഏതാ? എ എന്ന് കൊടുക്കാം. അത് 0.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവ ഓരോ ടേമുകളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 0.5 സെൻറ്റിമീറ്റർ ആണ്. അത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 - 0.5 ചെയ്യണം. ഇനി അതല്ലെങ്കിൽ 1.5 - 1 ചെയ്താൽ മതി. അടുത്തടുത്ത 2 ടേംസുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിയുമ്പോൾ ഡിഫറൻസ് കിട്ടും. അത് D = 0.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണമാണ്? N ആണ്. N 13 എണ്ണമാണ്. ഇത് ഇത്രയും നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതിയ കാര്യങ്ങൾ മാത്രമാണ്. വ്യത്യാസപ്പെട്ട്, അതായത് പുതുതായിട്ടൊന്നും നമ്മളിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് വരാം. ഇനി ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുവാം, ബാക്കി കാര്യങ്ങളിലേക്ക് വരാം.
ഇത് സെമി സർക്കിളാണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ നീളം L ആണ്. L കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് πr ചെയ്താൽ മതി. അത് ഫുൾ സർക്കിൾ ആകുമ്പോഴാണ് നമ്മൾ 2πr ചെയ്യുന്നത്. സെമി സർക്കിൾ ആയതുകൊണ്ട് അർദ്ധവൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് πr ചെയ്താൽ മതി. അപ്പോൾ ലെങ്ത് കിട്ടി. അപ്പോൾ ഈ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയാണ് കാൽക്കുലേഷൻ വരുന്നത്. നമുക്ക് ആദ്യത്തെ ലെങ്ത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? π × r ചെയ്താൽ മതി. പൈ അതുപോലെ തന്നെ ഇട്ടിരിക്കുക. π × r എന്ന് പറയുമ്പോൾ എത്രയാണ്? ആദ്യത്തെ R1 എത്രയാണ്? 0.5 π ആണ്. അപ്പോൾ L1 = 0.5 π. L2 എങ്ങനെ കണ്ടുപിടിക്കാം? R2 × π ആണ്. അപ്പോൾ R2 × π എത്രയാണ്? L2 = 1 π, അതായത് 1.0 π എന്ന് കിട്ടും. ഇങ്ങനെ 13ാമത്തെ ടേം ആയിട്ടുള്ള L13 എത്രയാണ് കിട്ടുന്നത്? L13 എന്ന് പറയുന്നത് π × R13 ആണ്. അപ്പോൾ R13 6.5 ആണ്. അപ്പോൾ 6.5 × π ആണ് L13 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കിട്ടി. പിന്നെ ടോട്ടൽ L കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ നീളമാണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? L1 ഉം L2 ഉം L3 ഉം L4 ഉം ഇങ്ങനെ കൂട്ടി L13 വരെ കൂട്ടണം. അതാ താഴെ എഴുതിയിരിക്കുന്നത്. L = L1 + L2 + etc. എന്ന് എഴുതി L13 വരെ കൂട്ടുകയാണ്. അങ്ങനെ കൂട്ടിയാലോ? അപ്പോൾ നമ്മൾ താഴോട്ട് കൂട്ടുന്നതൊന്ന് എഴുതുക. L = 0.5 π + 1.0 π + etc. കൊടുത്ത് 6.5 π വരെ എഴുതി. ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ആരെ നമുക്ക് പുറത്തെടുക്കാം? പയ്യെ നമ്മൾ പുറത്തെടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്. ഇനി ഈ ബ്രാക്കറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ, അതായത് ഇങ്ങനെ ശ്രേണി പോലെ ഇങ്ങനെ വരികയല്ലേ. ഇനി ആ ബ്രാക്കറ്റിൻ്റെ മാത്രം കാൽക്കുലേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്തി കാൽക്കുലേഷൻ ആണെന്ന് വിചാരിക്കരുത്. മറ്റതൊക്കെ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതുക മാത്രമാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഏതാ? n/2 × 2a + n - 1 × d. ഈ കാണുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഓരോന്നെടുത്ത് പറക്കി കൊടുത്തേ. n എന്ന് പറയുന്നത് 13, 13/2 ബ്രാക്കറ്റ് കൊടുത്തു. അപ്പോൾ 2 × a എത്രയാണ്? ആദ്യത്തെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.5 + 12 × 12 × അതായത് n - 1 13 - 1 12 ആണല്ലോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതും കൊടുത്താൽ മതിയല്ലോ. 12 × 0.5 ചെയ്തു. ഇനി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും, ബ്രാക്കറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് 13/2 × 7 നമ്മൾ ഇതിവിടെ വെച്ച് നിർത്താം. കാരണം ഇതിനെ ഇനി ചെറുതാക്കാൻ നിൽക്കേണ്ട. കാരണം നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് പൈ എന്ന് പറയുന്നത് 22/7 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെ ചെറുതാക്കാൻ നിൽക്കേണ്ട. ഇനി ലെങ്ത് L എന്ന് പറയുന്നത് എന്താ? പൈ × ഈ കിട്ടിയ ആൻസറാണ്. അപ്പോൾ പൈ × 13/2 × 7. ഇനി പൈക്ക് ഇവിടെ വില തന്നിട്ടുണ്ട്. എത്രയാണെന്നാ തന്നിരിക്കുന്നത്? 22/7 എന്ന് തന്നിട്ടില്ലേ? അപ്പോൾ L = 22/7 × 13/2 × 7. 7 വെട്ടിക്കളയാം. ഇനി അതുപോലെ 22ഉം 2ഉം കൂടി വെട്ടിക്കഴിഞ്ഞാൽ 11. മുകളിൽ 11 എന്ന് വരും. അപ്പോൾ 11 × 13 പെട്ടെന്ന് ചെയ്യുമ്പോൾ 143 എന്ന് കിട്ടും. ഓപ്ഷനിൽ നോക്കുമ്പോൾ 143 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓപ്ഷനിൽ ഏതാ? 143 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഓപ്ഷൻ എ 143 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. r = 18. അപ്പോൾ റാറ്റ് എന്ന് എഴുതുമ്പോൾ 39, റാറ്റ് = 39 എങ്കിൽ ക്യാപ്പ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ 23, ബി 29, സി 20, ഡി 35. ഒന്നുമില്ല, RAT പിരിച്ചെഴുതുക. R എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ്? 18ാമത്തെ ലെറ്ററാണ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ? 1ാമത്തെ ലെറ്റർ. ടി എന്ന് പറയുന്നത് എത്രയാ? 20ാമത്തെ ലെറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാ? 18 + 1 + 20 എത്രയാ? 39. അങ്ങനെയാണ് നമുക്ക് റാറ്റിന് 39 കിട്ടിയിരിക്കുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാപ്പ് കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? സിക്ക് 3, എക്ക് 1, പിക്ക് 16ാമത്തെ ലെറ്ററാണ്. അപ്പം 3 + 1 + 16 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാ? സി 20 ആണ് ആൻസർ. വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കാണുമ്പോൾ നമ്മൾ ഇച്ചിരി വലുതാണെന്ന് തോന്നുമെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക എന്നുള്ളതാണ്. പൈ = 3.14 തന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. എ 3.14 സെൻറ്റിമീറ്റർ, ബി 4.71 സെൻറ്റിമീറ്റർ, സി 1.72 സെൻറ്റിമീറ്റർ, അതുപോലെ ഡി 6.28 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കി നമ്മൾ ആ പിക്ചറിലേക്ക് മാത്രം നോക്കുക. അപ്പോൾ ആ പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു സൂചി നേരെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ നിൽക്കുകയാണ്, അത് മിനിറ്റ് സൂചിയാണെന്ന് ഇരിക്കുക. അപ്പോൾ മിനിറ്റ് സൂചിയുടെ നീളം എത്രയാണ്? 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ നീളം 1.5 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി അത്
മിനിറ്റ് കറങ്ങുകയാണ്. അപ്പോൾ 30 മിനിറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ 30 മിനിറ്റിലേക്ക് എത്തുക മീൻസ് ഒരു പകുതി എത്തുകയാണ്. 60 അല്ലേ ഫുൾ സർക്കിൾ 60 അല്ലേ ക്ലോക്കിൻ്റെ കേസിൽ. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ വരും അല്ലേ, ഏറ്റവും പകുതിയിൽ വരും. അപ്പോൾ പകുതിയാകുമ്പോഴാണ് നമ്മൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഇത് അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഫുൾ സർക്കിൾ ആണോ? ഇല്ല, ഫുൾ സർക്കിൾ ആകുമ്പോൾ 60 മിനിറ്റ് സഞ്ചരിക്കണം. ഇതിപ്പോൾ എത്രയായി? ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ്. അതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പിക്ചർ ഇച്ചിരി വരയ്ക്കാൻ ഇച്ചിരി പിന്നോക്കമാണ്, അതുകൊണ്ടാണ് പിക്ചർ അങ്ങനെ ഇരിക്കുന്നത്, അത് ക്ഷമിക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് സർക്കിളായിട്ട് മാറി. ഇനി ഫുൾ സർക്കിളിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ, ആക്ച്വലി സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ പോരെ, അപ്പോൾ സർക്കഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഒരു ഫുൾ സർക്കിളിൻ്റെ സർക്കഫറൻസ് എന്താ? 2πr ആണ്. അപ്പോൾ അതൊരു ഹാഫ് സർക്കിൾ ആകുമ്പോൾ പകുതി മതിയല്ലോ, അപ്പോൾ πr എന്ന് കിട്ടും. ഇനി എടുത്ത് കൊടുത്തേ, പൈ എന്ന് പറയുന്നത് 3.14 തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. വാച്ചിൻ്റെ മിനിറ്റ് സൂചിയുടെ നീളം തന്നെയാണ് റേഡിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1.5. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.71 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി 4.71 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടി ആയിരുന്നു 4 വർഷം മുൻപ്. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ്, ഇപ്പോഴെന്നല്ല, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മകൻ്റെ വയസ്സിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്താ? മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണെന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകൻ്റെ വയസ്സ് എക്സ് എന്നെടുത്താൽ അച്ഛൻ്റെ വയസ്സ് 5x ആണ്. ഓക്കെ ആണല്ലോ. 4 വർഷം മുമ്പ്, അതായത് 4 വർഷം മുന്നേ. അപ്പോൾ 4 വർഷം മുന്നേ മകൻ്റെ വയസ്സ് എത്രയായിട്ട് കുറയും? എക്സ് നിന്ന് 4 കുറയണ്ടേ? കുറയും. അപ്പോൾ x-4 മാറി ആണല്ലോ. അതേസമയം അച്ഛൻ്റെ വയസ്സും കുറയത്തില്ലേ? മകൻ്റെ വയസ്സ് മാത്രമാണോ കുറയുന്നത്? ഇല്ല, അച്ഛൻ്റെ ഇപ്പോഴത്തത് 5x ആണ്. അത് എത്രയായിട്ട് കുറയും? 5x-4 കുറയും. അപ്പോൾ 4 വർഷം മുൻപ് മകൻ്റെ വയസ്സ് x-4ഉം അച്ഛൻ്റെ വയസ്സ് 5x-4 എന്നും കിട്ടി ആണല്ലോ. ഇനി ഈ 4 വർഷം മുമ്പുള്ളൊരു റിലേഷൻ തന്നിട്ടുണ്ട്. മകൻ്റെയും അച്ഛൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അതായത് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയാണ് 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5x-4 എന്ന് പറയുന്നത് 9 × x-4 ആണ്. 9 × മകൻ്റെ വയസ്സ്, ദാറ്റ് മീൻസ് x-4. 4 വർഷം മുമ്പത്തെ കേസാണ്. ഇനി ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്തേ. 5x-4 ബ്രാക്കറ്റിൽ കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9x-36 അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 36 - 4 = 9x - 5x. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4x = 32 എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ x = 32/4 എത്രയാ? 8 എന്ന് കിട്ടും. അപ്പോൾ മകൻ്റെ വയസ്സ് കിട്ടി. നിലവിലെ മകൻ്റെ വയസ്സ് x ആണ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ x = 8. സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ വയസ്സ് എന്താ? 5x അല്ലേ? തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ തന്നെ എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ വയസ്സ് 5x ആണ്. അപ്പോൾ 5 × 8 ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ 25 5 ആണ്, ഓപ്ഷൻ ബി 30 6 ആണ്, ഓപ്ഷൻ സി 35 7 ആണ്, ഓപ്ഷൻ ഡി 40 8 ആണ്. അപ്പോൾ ഏതാ കറക്റ്റ്? 40 8 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 15.625ൻ്റെ ക്യൂബ് റൂട്ട് ഡാഷ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്, ABCD നോക്കുക. ഈ നമ്മൾ ഈ 15.625നെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്, 15.625 ÷ 1000 എന്ന് എഴുതുകയാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് 15.625, അതായത് 15625ൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അത് എളുപ്പമാണ്. 25 25 625 എന്ന് നമുക്കറിയാം. അറ്റ്ലീസ്റ്റ് ഒരു 20 25 വരെയുള്ള റൂട്ടുകൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. സ്ക്വയറും റൂട്ടും ഒക്കെ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. അപ്പോൾ 25 25 625 ആണ്. ഇൻറ്റു 25 ചെയ്യുമ്പോൾ 15625 എന്ന് കിട്ടും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 15625 25 എന്ന് കിട്ടി. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് ചെയ്തിട്ട് നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് കണ്ടുപിടിക്കേണ്ടത് 15.625 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 25/10 ചെയ്താൽ പോരെ? സിമ്പിൾ അല്ലേ? അപ്പോൾ 25/10 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 25/10 2.5. അല്ലെങ്കിൽ 25/10നെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2. ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. x⁻a - a⁻−1 അത് ഹോൾ റൈസ് ടു 1/a-1 ഹോൾ റൈസ് ടു a/a+1. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ x⁻a ദ ഹോൾ റൈസ് ടു b ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? x⁻a × b ആണ് ചെയ്യുന്നത്.
ഓക്കെ ആണല്ലോ, അത് മാത്രം ഓർത്ത് വെച്ചേക്ക്. ഇനി നമുക്ക് ആദ്യം ഏറ്റവും ബ്രാക്കറ്റിന് വെളിയിൽ മുകളിലുള്ളത് ഏതാ, പവറിലുള്ളത് a/e+1 ആണ്. അത് ഇൻറ്റു തൊട്ടടുത്ത് പവറിൽ വരുന്ന എന്താ, 1/e-1 ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മുകളിൽ a×1 ദാറ്റ് മീൻസ് a തന്നെ വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും, a+1 × a-1 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ a+1 × a-1 ഇതെന്ന് പറയുന്നത് a+b × a-b എന്ന് പറയുന്ന ഫോമിലല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടുന്നത്, a² - b² എന്ന് പറയുന്ന ഫോമിലല്ലേ. ഇവിടെ a² എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ a² ആണ്, b² പകരം ഇവിടെ 1² ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത് 1 തന്നെയാണ്. അങ്ങനെയാണ് a/a² - 1 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമ്മൾ എളുപ്പത്തിന് വേണ്ടി, ഞാനിപ്പോൾ പറയാൻ എളുപ്പത്തിന് വേണ്ടി ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സിൻ്റെ പവർ മാത്രം നോക്കാം. എക്സിൻ്റെ പവർ എന്താ, a-a⁻⁻1 എന്നാണ്. ആക്ച്വലി ഈ a⁻⁻1 എന്ന് പറയുന്നത് 1/a അല്ലേ, ആണ് 1/a ആണ്. അപ്പോൾ a-1/a എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എയെ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, a² - 1 ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടും. അതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും a/a² - 1 ഇൻറ്റു a² - 1 ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും വെട്ടി കളയുമ്പോൾ നമുക്ക് 1 എന്നല്ലേ ആൻസർ കിട്ടുന്നത്. ദാറ്റ് മീൻസ് എക്സിൻ്റെ പവർ ആയിട്ട് എന്തേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ x⁻1 എന്ന് പറയുന്നത് ഏതാ, എക്സ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എ ഓപ്ഷൻ തന്നെയാണ് ശരി. എ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11 മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട മാർക്ക്, കുറഞ്ഞ മാർക്ക് എത്രയാണ്? ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആമിയുടെ ആദ്യത്തെ വർഷത്തെ മാർക്ക് എഴുതണം. അതിനായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുകയാണേ. അപ്പം ആദ്യം ആമിക്ക് കിട്ടിയ മാർക്കിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. രണ്ടാമത് എക്സിൻ്റെ എത്ര മാർക്ക് കൂടുതൽ കിട്ടി, 10 മാർക്ക് കൂടുതൽ കിട്ടി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് x+10. മൂന്നാമത്തെ തവണ എക്സാം എഴുതിയപ്പോൾ ആദ്യത്തെ മാർക്കിനോടൊപ്പം 11 യഥാക്രമം കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ x-11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആവറേജ് 75 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ മാർക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ആവറേജ് കണ്ടുപിടിക്കാൻ 3 മാർക്ക് കൂടെ കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് x+x+10 + x+11 ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x+x+x ദാറ്റ് മീൻസ് 3x + 10 + 11 എത്രയാണ്, 21 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 75. ദാറ്റ് മീൻസ് 3x + 21 ഈസ് ഈക്വൽ ടു 225. 3x എന്ന് പറയുന്നത് 225 - 21 ദാറ്റ് മീൻസ് 204. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, 204 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 68 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, മാത്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 100 cm² ആണ്. അതിൻ്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? അപ്പം ഈ ക്വസ്റ്റ്യൻ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തോന്നിയത്, ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ലെങ്തും ബ്രെഡും തരുന്നതിനേക്കാളും ഇതിനകത്ത് ഡയഗണലിൻ്റെ നീളമെങ്കിലും നമുക്ക് തന്നിരിക്കണം. അങ്ങനെ തന്നിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ വിസ്തീർണം, അതായത് വൃത്തം വരയ്ക്കുമ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനായിട്ട് ഡയഗണലിൻ്റെ നീളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അതില്ലാത്ത പക്ഷം നമുക്കിതിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം ഡയഗണലിൻ്റെ ലെങ്തിനെ, അതായത് എല്ലും ബിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറയുന്ന ഡേറ്റാസുകൾ ഇൻസഫിഷ്യൻ്റ് ആണ്, സഫിഷ്യൻ്റ് അല്ല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡി എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ഓപ്ഷനിൽ ഇവയൊന്നുമല്ല എന്ന് തന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവയൊന്നുമല്ല എന്നതാണ് ആൻസർ. അപ്പോൾ ഇതാണ് മാത്സിലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസ് എന്ന് പറയുന്നത്. അപ്പം 10 ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന എക്സാമിന് ചോദിച്ചത്, ഇന്നത്തെ എക്സാമിന് ചോദിച്ചത്. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെങ്കിലോ കമൻ്റ് ആയിട്ടൊന്ന് പറയുക. അതിൻ്റെ ശരിയായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ വേണ്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്